എന്താ പേര്? ശരത്. എവിടെയാ മുറിവേറ്റ്? ഇവിടെയാണോ? രണ്ട് സൈഡും പൊട്ടിയിട്ടുണ്ട്. ഇത് ആന പിടിച്ച് ആനയുടെ തുമ്പിക്കൈ ഇതോ? അതിന്റെ പാടാണ്. ഓ ശരി. മുറിവ് ഉണങ്ങുന്നുണ്ടോ? അച്ഛനാണോ? എന്താ പേര്? വിജയൻ. ഇത് വല്യമ്മ. വല്യമ്മ. എന്താ പേര്? എന്ത് ബല ആരോഗ്യമല്ലോ. വരില്ല ചെറുത്ത്. ഇവിടെ കൈ പിടിച്ചറിയാം ഉമ്മാരി പിടുത്താന്ന്. ഈ ആരോഗ്യമൊക്കെ അവിടെ ഉണ്ടാവും, ഒന്നും പേടിക്കണ്ട. എത്ര വയസ്സ്? അറിയില്ല. അമ്മ അറിയാണ്ടിരിക്കാൻ നല്ലത്. വെറുതെ അതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. 80 വയസ്സ് ഉണ്ടല്ലേ? കൈ പിടിച്ചാ പറയില്ല. ആനേനെ പേടിയുണ്ടോ? ആനക്ക് എന്താ പേര്? എന്താ പേര്? മാതിരി. മാച്ചിക്ക് ആനേനെയാണോ ആനക്ക് മാച്ചീനെയാണോ പേടി? അടിപൊളി ഡ്രസ്സാണല്ലോ. മോഡലാക്കാൻ പോയാ പോട്ടെ. ഇത് എന്റെ സ്വന്തം പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ ആനയോ ചേനയോ ഒക്കെ വരുമ്പോ ഞാൻ ജയിച്ചിട്ട് കാകയില്ല സാറേ. ഒന്നും പേടിക്കണ്ട, എല്ലാവരും ഉണ്ട്. അത് വയനാട്ടിൽ ഇങ്ങനെ അടുപ്പിച്ചുണ്ടാവാന്ന് പറയുന്നത് അമ്മയാണ് അല്ലേ? നമ്മൾ വരുന്നത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട്. അതിന്റെ സെക്രട്ടറി ആണ് പട്ടു. എന്ത് സഹായത്തിനും വിളിക്കാം. വയനാട് ഓടിയെത്ത ഒരു പിള്ളേര് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സഹായമാണ്. പിന്നെ എല്ലാവരും സഹായിച്ചോളും. നിങ്ങളെ പറ്റാവുന്നവരൊക്കെ സഹായിക്കും. നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? കുട്ടിക്ക് എന്തേലും അവന് അവസ്ഥ ആയതുകൊണ്ട് അവന് എന്തേലും മറ്റേ ബാത്റൂം പണി എന്തെങ്കിലും കിട്ടും. ഇവര് ഭേദമായി കഴിഞ്ഞാലേ നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആദ്യത്തെ ചുൽക്ക ABT എസ്റ്റേറ്റ്. അത് നമ്മള് ബോച്ചെ 1000 ഏക്കറില് നമ്മുടെ ഈ ബോച്ചെ ടീ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാനന്തവാടിക്ക് വരാൻ പോകുന്നുണ്ട് ബ്രാഞ്ചും കാര്യങ്ങളും. ബോച്ചെവിൻ എന്ന് പറഞ്ഞിട്ട് ബോച്ചെവിൻ ബോച്ചെ ടീ എന്ന് വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ജോലി തരാക്കാം കേട്ടോ. അതിന് സുഖമായി വെച്ച ജോലി തരാക്കാം. ഇത് ഇവിടെ വെച്ചിട്ടുണ്ടായത് പിന്നെ ഇപ്പൊ സഹായങ്ങള് നിങ്ങളല്ലാണ്ട് പിന്നെ നമുക്ക് വേറെ ആരും വന്നില്ല. എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പലരും ഇവിടെ വന്നപ്പോഴാണ് അറിയണ ആകെ 12,000 റുപ്യ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഞാനും ആനയുടെ ആക്രമണത്തിൽ രക്ഷപ്പെട്ട ആളാ കുറെ മുമ്പ് നാട്ടിൽ പോയിട്ട്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ടെൻഷനും വിഷമൊക്കെ അറിയാം. ഓടി രക്ഷപ്പെട്ടിട്ടില്ലപ്പോ എന്നുള്ളതുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇതിൽ വിഷമമുണ്ട്. തീർച്ചയായിട്ടും ഇനി ഇതിന് ശേഷം വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സഹായം കിട്ടും. വിഷമിക്കണ്ട. ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു. അതില് നിങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നു. മരിച്ചാലേ കിട്ടുള്ളൂ, മരിക്കാത്തവർക്ക് കിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ കണ്ടിരുന്നു. അത് നമ്മളിപ്പോ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒന്നുമില്ല. മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അതൊന്നുമില്ല. അതാവുന്ന എല്ലാവരും സഹായിക്കും. നമ്മളെ കൊണ്ട് ഒരുപാട് പേര് ചേർന്ന് സഹായിക്കുമ്പോ അതാവും. നല്ല ധൈര്യമായിട്ട് ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ആനയിലും വലിയ ആളാണ്, മനസ്സിലായില്ലേ? ആനേനെ അതിജീവിച്ചിരിക്കുക. അത് ഇനിയൊന്നും പേടിക്കാനില്ല. കാടിന്റെ രാജാവാണ്. ഇവിടുന്ന് സുഖമായിട്ട് ഇനി പഠിക്കണം. ഒന്നുകൂടെ അതാ ജോലിക്ക് പോകണം. പഠിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. ജോലിയാണോ എന്റെ? പഠിച്ചു കഴിഞ്ഞിട്ട് അവനങ്ങനെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുന്നത്. ഒരിക്കലും ആദിവാസിയല്ലേ? ആദിവാസി എന്ന് പറഞ്ഞ മനുഷ്യർ തന്നെയല്ലേ? എല്ലാരും മനുഷ്യന്മാരാ. വെട്ടിക്കഴിഞ്ഞ ചോര ഒന്നാണ്, ബാക്കിൽ മാത്രത്തെ വ്യത്യാസം. ഒരു 110 വയസ്സ് വരെ ജീവിക്കും. നല്ല ആരോഗ്യമാണ്. ഞാനൊരു സെൽഫി എടുക്കട്ടെ നിങ്ങളുടെ കൂടെ.